Assalamu alaikum. Hi everybody. How are you all? Okay, so hope you people are doing fine and safe at home. It's me, your Farida ma'am, your English teacher. So welcome back to your English class. Okay, and I just want to tell you that we have finished almost the lesson we have finished, and we have finished almost all the exercises, isn't it? Almost all the exercises we have finished, and now we have reached the last page of the lesson, and we have only one more exercise to do. And in the last class I have explained some kind of exercise on the board, and on that board what happened? Board nothing happened. I wrote only two questions, isn't it? Two questions I have done on the board, and I had given the balance 3 to you people for assignment, isn't it? So as an assignment I had given 3 more questions, and I had given 2 questions as a classwork. And from that 2 questions you people understood the topic of what? Conjunction, isn't it? അപ്പോൾ കൺജങ്ഷൻ എന്താണെന്ന് മിസ് പഠിപ്പിച്ചു. അപ്പോൾ അതുപോലെ തന്നെ 2 എക്സസൈസ്, അതായത് ഒരു എക്സസൈസിലെ 2 ക്വസ്റ്റ്യൻസ് നമ്മളന്ന് ചെയ്തു. ബാലൻസ് 3 ക്വസ്റ്റ്യൻസ് മിസ് ഇതാണ്ട് ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അതിന് മുന്നേ നമ്മൾ ക്ലാസ്സിലേക്ക് പോകണ്ടേ? അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ what we have to do? We have to do dua for knowledge. Okay, so all of you please get ready. Rabbi Yasir ولا تؤثر وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما. Okay, come to the point. Then now I have written balance 3 questions on the board. Hope you people have done the assignment. നിങ്ങൾ ആ അസൈൻമെന്റ് ചെയ്തു എന്ന് തന്നെ മിസ് വിചാരിക്കുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതെന്താണ്? സിൻസ് സോയ വാസ് ലേറ്റ് ടു ഓഫീസ് ഷി ടുക്ക് ആൻ ഓട്ടോ. അപ്പോൾ എന്താണ്? അപ്പോൾ ചെയ്തവർ ശ്രദ്ധിച്ചിരിക്കുക, ചെയ്യാത്തവരും ശ്രദ്ധിച്ചിരിക്കുക. ചെയ്തവർ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യുവർ ആൻസർ ഇസ് കൊറക്റ്റ്. നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. മിസ് ഇതിനകത്ത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ശരിയാണോ തെറ്റാണോ. ബാക്കി ചെയ്യാത്തവർ വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുക. ഓക്കെ. സിൻസ് സോയ വാസ് ലേറ്റ് ടു ഓഫീസ് ഷി ടുക്ക് ആൻ ഓട്ടോ. ഇതിൽ കൺജങ്ഷൻ ഏതാണ്? മിസ് ഈ വർഷം കൺജങ്ഷൻ പഠിപ്പിച്ചത് ഏതൊക്കെയാണ്? സിൻസ്, ആസ്, ബിക്കോസ്. ഈ 3 കൺജങ്ഷൻ പഠിപ്പിച്ചു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഒന്നുമില്ലേ? ദിസ് ഇസ് വെരി ഈസി. ഇതിനകത്ത് ഒരുപാട് തലപൊകിക്കാനൊന്നുമില്ല. എന്താണ്? സിൻസ് എന്നുള്ള സംഗതി ഇവിടെ കിടപ്പുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സിൻസ് എന്നുള്ള സംഗതി അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലാകും? സിൻസ് ആണ് കൺജങ്ഷൻ എന്നല്ലേ? ഓക്കെ, സോ ക്യാൻ വി സർക്കിൾ ഇറ്റ്? ഓഫ് കോഴ്സ് വി ക്യാൻ അല്ലേ? അപ്പോൾ നമ്മളത് സർക്കിൾ ചെയ്തു. ഗുഡ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എന്തെന്നാണ്? സിൻസ് ഇറ്റ് ഇസ് സൺഡേ എവ്രിബഡി ഇസ് ഗോയിങ് ഔട്ട് അല്ലേ? അപ്പം അവിടെയും എന്തെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? സിൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒബ്വിയസ്ലി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. വാട്ട് ഇസ് സിൻസ്? സിൻസ് ഇസ് എ കൺജങ്ഷൻ, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സിൻസ് എന്ന് പറയുന്നത് കൺജങ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ വാട്ട് വി ഹാവ് ടു ഡു ഹിയർ? വി നീഡ് ടു സർക്കിൾ. വെരി ഗുഡ്. We need to circle the conjunction so that we found the first word as a conjunction. So we are moving to circle it. Okay? Okay. Next one, since. S-I-N-C-E, since. Okay. And the next question, I could not attend the party as I had to complete my assignment. അപ്പം എന്തെന്നാണ് ഇവിടെ? നിങ്ങൾ നോക്കുക, ഫസ്റ്റും സെക്കൻഡും ഒക്കെ സിൻസ് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ സിൻസ് കാണുന്നില്ലല്ലോ. ഞാൻ സിൻസ് മാത്രമാണോ നിങ്ങളെ പഠിപ്പിച്ച കൺജങ്ഷനായിട്ട്? ആണോ? അല്ല. പിന്നെ വേറെന്തുണ്ടായിരുന്നു? ആസ് ഉണ്ടായിരുന്നു അല്ലേ? വെരി ഗുഡ്, മാഷാ അല്ലാ. ഓക്കെ. പിന്നെ എന്താ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. അതെന്തെന്നാ? തിങ്ക്. ബിക്കോസ്. എന്തെന്നായിരുന്നു? ബിക്കോസ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം സിൻസ് ഉണ്ടായിരുന്നു, ആസ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഉണ്ടായിരുന്നു. അപ്പോൾ സിൻസ് നമുക്ക് ഇത് രണ്ടിലും കിട്ടി. ഇതിൽ നോക്കിയിട്ട് സിൻസ് ഒന്നും കാണുന്നില്ല. പിന്നെ ബാക്കിയുള്ള 2 ആശാമാർ ഏതൊക്കെയാ? ആസ് ആൻഡ് ബിക്കോസ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഉണ്ടോന്ന്. I could not attend the party as I had to complete my assignment. അല്ലേ? അപ്പോൾ ഹോംവർക്ക്
കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട്, അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്? ഒരു കുഞ്ഞിനിവിടെ ഒളിഞ്ഞു കിടപ്പുണ്ടല്ലേ. എന്തെന്നാണത്? ആസ്. വെരി ഗുഡ്. അപ്പോൾ ഇത് ഭയങ്കര ഈസി അല്ലേ? ഇത് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി അല്ലേ? അപ്പോഴത്തേനും ഈ ഹോംവർക്ക് നിങ്ങൾ എന്തായാലും എല്ലാവരും ചെയ്ത് കാണുമെന്ന് മിസ്സിന് ഉറപ്പുണ്ട്. എനിവേ, കൺഗ്രാറ്റ്സ് ഫോർ ദോസ് ഹു ഹാവ് ഓൾറെഡി ഡൺ. ഓക്കെ, മാഷാ അല്ലാ. Anyway, now we come to an end for this particular exercise, and now we can move to another exercise, and that also using conjunction, isn't it? Yeah, okay. So now all of you please get ready for the next exercise, so that you have to be ready with the page number 10, the same page only, okay? So in that exercise, what we have to do? Complete these sentences with the help of the conjunctions given in the box. You may use a conjunction more than once. അല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസ്. മിസ് ആകെ എത്ര കൺജങ്ഷനെ പഠിപ്പിച്ചുള്ളൂ? 3. ഓക്കെ? ആസ്, സിൻസ്, ബിക്കോസ്. ഓക്കെ? അപ്പോൾ ഈ 3 കൺജങ്ഷൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്നാത്തിനാ മിസ് 5 തന്നേ? 3 ഉള്ളൂ. 3 ഉള്ളൂ. പക്ഷേ ഈ 5 ചിലത് മാറി മാറി വരാം. റെപ്പിറ്റേഷൻ. ഓക്കെ, അവിടെ ഒരു റെപ്പിറ്റേഷനൊക്കെ വരാം. അതനുസരിച്ചിട്ട് ഏതാണോ സ്യൂട്ട് ആകുന്നത്, that you have to find it out. Okay, are you ready? Can we move on to the new game? Yes, very good. Next, so the question 2, complete these sentences with the help of the conjunctions given in the box. You may use a conjunction. You may use a conjunction more than once. അല്ലേ? നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ നിങ്ങൾ എന്തെന്നാണ് ഉപയോഗിക്കും? എന്തെന്ന് ഉപയോഗിക്കും? കൺജങ്ഷൻ ഉപയോഗിക്കും അല്ലേ? അപ്പോൾ എന്തെന്നാ നമുക്ക് ഒരു ബോക്സിലാക്കാം നമ്മുടെ ആശാമാരെ എല്ലാവരെയും. ബിക്കോസ് നമ്മുടെ ടീം മെമ്പേഴ്സ് ആണ്. സിൻസ് and as. Okay, boxilaki. Now we can move on to the first. Rahim could not ride the cycle dash. It was too big for him. Okay, see, listen here. Rahim could not ride the cycle dash. It was too big for him. അവന് ആ സൈക്കിൾ ഒത്തിരി വലുതായത് കൊണ്ടുവരുമ്പോൾ എന്തെന്നാണെന്ന് മിസ് ആദ്യം പഠിപ്പിച്ചു. കൊണ്ടുവരുമ്പോൾ ഏത് വേർഡ് ഉപയോഗിക്കണമെന്ന് മിസ് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അപ്പം എന്താ? റഹീം കുഡ് നോട്ട് റൈഡ് ദ സൈക്കിൾ. റഹീമിന് സൈക്കിൾ റൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് വലുതായത് കൊണ്ട്. അപ്പൊ കൊണ്ടിന് എന്തെന്നാണ്? ആസ്. വെരി ഗുഡ്, ഗുഡ് ഗേൾ. ആസ് അല്ലേ? മിസ് കണ്ടു നിങ്ങൾ ആൻസർ പറയുന്നത് കേട്ടോ. റഹീം കുഡ് നോട്ട് റൈഡ് ദ സൈക്കിൾ ആസ് ഇറ്റ് വാസ് ടു ബിഗ് ഫോർ ഹിം. അപ്പൊ ആദ്യം ആൻസർ പറഞ്ഞ മോൾക്ക് ക്ലാപ്പ്. വെരി ഗുഡ്, ഗുഡ് ഗേൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. വേഗം കണ്ടുപിടിക്കണം കേട്ടോ ആൻസേഴ്സ്. Geeta could not go to school dash she was not feeling
She was not feeling well. Isn't it? Geeta could not go to school dash she was not feeling. ഗീതയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല കാരണം she was not feeling well. അവൾക്ക് സുഖം തോന്നുന്നില്ല. അപ്പൊ അവിടെ കാരണം എന്ന് പറഞ്ഞല്ലേ. കാരണം പറയുമ്പോ ഏത് കൺജങ്ഷനാ വരണ്ടേ? ഏതാണ്? ബിക്കോസ് ഓഫ് കോഴ്സ് അല്ലേ. നിങ്ങൾ ഇപ്പൊ യാസും സിൻസും ഒക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾ യൂഷ്വലായിട്ട് നിങ്ങൾ എപ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് യൂസ് ചെയ്യുന്ന കാര്യം എന്താണ്? ബിക്കോസ് അല്ലേ. എന്തിനും എവിടെയും ആസും സിൻസും ഒക്കെ ഉപയോഗിക്കേണ്ടടുത്ത് നിങ്ങൾ പണ്ടൊക്കെ എത്രയായിരുന്നു? ഇത്ര ദിവസം വരെയും ബിക്കോസ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ എൻ്റെ മക്കൾക്ക് അറിയാം അല്ലേ, സിൻസ് എപ്പോൾ യൂസ് ചെയ്യണം, ആസ് എപ്പോൾ യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആസും സിൻസും ഉപയോഗിക്കേണ്ടടുത്ത് അത് തന്നെ ഉപയോഗിക്കുള്ളൂ ഇനി അല്ലേ. സേ ഇൻഷാല്ലാ. ഇൻഷാല്ലാ. ഓക്കെ. അപ്പൊ ആസും സിൻസും ഉപയോഗിക്കേണ്ടത് അത് തന്നെ ഉപയോഗിക്കൂ. പക്ഷെ ഇവിടെയോ കാരണം പറഞ്ഞിട്ടുണ്ടല്ലേ. Geeta could not go to school because, isn't it? Because she was not feeling well. Because she was not feeling well. Okay, here we go. The third question. Dash the theater. I think I can write at the top. Okay, so I am rubbing this question. This you need to just copy down on the textbook. Okay, no need to copy this in your note, but you can write and learn in the note. Okay, no problem. And what? Third question. Dash the theater. Dash the theater was close by. Was close by. We decided to walk. We decided to walk. അല്ലേ? എന്താണ്? തിയേറ്റർ അടച്ചതുകൊണ്ട് ഞങ്ങൾ എന്താ തീരുമാനിച്ചു? നടക്കാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലൂ കൂടെ ഉണ്ട്. എന്താണ്? ബിഗിനിങ്. ബിഗിനിങ്ങിൽ വരുന്ന രണ്ട് ആശാന്മാരുണ്ടല്ലോ നമ്മുടെ ടീം മെമ്പേഴ്സ്, രണ്ടുപേര്. ആരൊക്കെയുണ്ട്? ഒന്ന് സിൻസ്, പിന്നൊന്ന് എന്താണ്? പിന്നൊന്ന് ആസ് അല്ലേ. ഒന്ന് ആസ് ഉണ്ട്, പിന്നൊന്ന് സിൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ബിക്കോസ് അങ്ങനെ അധികം വരില്ല അല്ലേ. അപ്പൊ സിൻസും ആസും എവിടെ വരാറുണ്ട്? ബിഗിനിങ്ങിൽ വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞു ഇൻ ബിറ്റ്വീൻ നമ്മൾ തോമാച്ചനെ കൊടുക്കുന്നു അല്ലേ. നമ്മളൊരു തോമാച്ചനെ കൊടുക്കും. ഇവിടെ ഒരു കോമ ഇട്ടില്ലേ? ഇട്ടു. നമ്മൾ പറഞ്ഞു ആസോ സിൻസോ ഒക്കെ ബിഗിനിങ്ങിൽ വന്നാൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കോമയും ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അവിടെ കോമയുണ്ട്. അപ്പം ഇവിടെ എന്തെന്നായിരിക്കും? ആസോ സിൻസോ. അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇതുവരെ ആ സിൻസിനെ ഇവിടെ ഒന്നും കിട്ടിയില്ലല്ലോ, അപ്പം ഇവിടെ സിൻസ് ആയിരിക്കും. നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. നെവർ എവർ. ഓക്കെ, നെവർ എവർ തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ, അങ്ങനെയില്ല. പണ്ടൊക്കെ ഉള്ള കുട്ടികളും കറക്കി കുത്തുമായിരുന്നു ഇങ്ങനെ. ഇവിടെ ഇതല്ലേ, അപ്പം ഇവിടെ ഇതിങ്ങനെ ആയിരിക്കും. ഇവിടെ ഈ ആൻസർ വന്നല്ലോ, അപ്പം പിന്നെ ഇവിടെയും വരൂ ഈ ആൻസർ. അങ്ങനെയൊക്കെ വിചാരിക്കൂലേ? പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട, അത് മണ്ടത്തരമാ കേട്ടോ. അത് നല്ല ശുദ്ധമായ പൊട്ടത്തരമാണ്. അതുകൊണ്ട് ആ ചിന്തകളെല്ലാം മറന്നേക്കൂ. അപ്പൊ നമുക്ക് എന്തെന്നാണ് ഇവിടെ എന്തെന്നാണോ വരിക അതന്നെ. എന്തേ? Dash the theater was close by. As the theater was close by, we decided to walk. അപ്പോൾ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു? നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്തെന്നാണ് ഇവിടെ ആൻസർ? ആസ്. എന്തെന്നാണ് ആൻസർ? ആസ്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ബിഗിനിങ്ങിൽ ഒരു ഡാഷ് വന്നു, ഇൻ ബിറ്റ്വീൻ കോമ വന്നു. അപ്പം നമ്മൾ ആലോചിച്ചു. അപ്പം എന്തെന്ന് കിട്ടി? കൊണ്ട് എന്നുള്ളൊരു കാരണം വരുന്നത് ഇവിടെ എന്തെന്നാണ്? ആസ്. കൊണ്ട് എന്നുള്ളതിൻ്റെ കൺജങ്ഷൻ വരുന്നത് ഏതാണ്? ആസ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? ക്യാൻ ഐ മൂവ് ഓൺ? ഓക്കെ, സോ അടുത്തത് മിസ് എഴുതാൻ പോവാണ്. ഫോർത്ത് വൺ. ഹി സ്വിച്ച്ഡ്. ഇവിടെ മിസ് 1 2 3 4 എന്നിട്ടെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ABCD എന്നാണ് കേട്ടോ. ഇനി അത് കണ്ടിട്ട് നിങ്ങൾ ബേജാറാകണ്ട. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ഡി, ക്വസ്റ്റ്യൻ നമ്പർ ഡി. ഡാഷ്. We were in Delhi. We were in Delhi. We thought we would visit the Red Fort
visit the Red Fort and Qutb Minar. Qutb Minar. Okay. അപ്പോൾ ഇവിടെ എന്താ കിടക്കുന്നതെന്ന് അറിയാമോ? ഡാഷ് വി വർ ഇൻ ഡൽഹി. ഞങ്ങൾ ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് we thought we would visit the Red Fort and Qutb Minar. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ റെഡ് ഫോർട്ടും കുത്തുബ് മിനാറും വിസിറ്റ് ചെയ്യുമെന്ന് അല്ലേ? എന്നിട്ട് നടന്നില്ലേ? നടന്നു കാണുകയില്ല. അതല്ലേ അവർ പറഞ്ഞത് അല്ലേ? അവരങ്ങനെ കുറേ ആകാശക്കോട്ടകൾ, കുറേ മനക്കോട്ട, കുറേ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ടു അല്ലേ? സ്വപ്നങ്ങളെല്ലാം പാഴായിപ്പോയി, പാവല്ലേ? അപ്പം എന്തെന്നാണ്? ഡാഷ് വി വർ ഇൻ ഡൽഹി. ഞങ്ങൾ അവിടെ ആയിരുന്ന ടൈമിൽ we thought we would visit the Red Fort and Qutb Minar. അല്ലേ? അപ്പോൾ ഈ റെഡ് ഫോർട്ട് ആൻഡ് കുത്തുബ് മിനാർ വിസിറ്റ് ചെയ്യുമെന്ന് കരുതി ഞങ്ങൾ ഡൽഹിയിലായിരുന്ന ടൈമിൽ അല്ലേ? അപ്പോൾ കൂടുതലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അന്ധകാലത്തിൽ ഞങ്ങൾ അങ്ങ് ഇരുന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയില്ലേ? അതുപോലെ നമ്മൾ അന്ന് ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ, ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെ, അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെയൊക്കെ പറയുന്നതിനാണ് നമ്മൾ ഏത് വേർഡ് യൂസ് ചെയ്യുക? സിൻസ് അല്ലേ? നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അല്ലേ? കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യല്ലേ? സിൻസിനെ ഇതുവരെ കിട്ടിയോ? ഇല്ല. ഇപ്പൊ സിൻസിന്റെ ആൾക്കാർക്കൊക്കെ സന്തോഷമായോ? ആയി. എന്തേ? സിൻസിനെ കിട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? സിൻസ്. എന്താ ഭംഗി! സിൻസ് അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോ ഇല്ലേ, ബാക്കിയുള്ളവർക്കും ഒരു ആശ്വാസം വന്നു. അപ്പൊ മിസ് ദേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് റബ്ബ് ചെയ്യാണ്, എങ്കിലേ മിസ്സിന് അടുത്തത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He switched on the heater. He switched on the heater. What? It was getting. He switched on the heater. Dash, it was getting too cold. It was getting too cold. അപ്പോൾ ഹീറ്റർ എന്തെന്നാണെന്ന് എല്ലാവർക്കും അറിയോ? എന്തെന്നാണെന്നറിയോ ഹീറ്റർ? ഹീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തണുപ്പ് സമയത്തൊക്കെ ഇല്ലേ, തണുപ്പ് സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് തണുക്കുമ്പോൾ നമ്മൾ ഹീറ്റർ ഓൺ ആക്കും. ഹീറ്റർ ഓൺ ചെയ്യുമ്പോഴത്തേനും അകത്തേക്ക് ചൂട് കാറ്റ് നിറയും അല്ലേ? നമുക്ക് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്തെന്നാണ്, നമുക്കെപ്പോഴും ചൂടെടുക്കുകയാണ് അല്ലേ? മഴയത്തൊക്കെ തണുപ്പുണ്ടാവും, പക്ഷേ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടും. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലേ? നമ്മൾ ബ്ലാങ്കറ്റൊക്കെ മൂടി പൊതിച്ചിട്ട് വല്ല കട്ടൻ ചായയൊക്കെ ഇട്ട് വല്ല ചിപ്സൊക്കെ കഴിച്ചിട്ട് നേരത്തെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത്. പക്ഷേ അബ്രോഡൊക്കെ ആണെങ്കിലോ, പുറത്തൊക്കെ പോയി വേറെ രാജ്യത്തിൽ, സൗദിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലോ ദുബൈയിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ സ്പെഷ്യൽ സീസൺ അനുസരിച്ച് അമ്മാതിരി ചൂടാണെങ്കിൽ അങ്ങേറ്റത്തെ ചൂട്, തണുപ്പാണെങ്കിലോ അങ്ങേറ്റത്തെ തണുപ്പ്. അപ്പം അവിടെയൊക്കെ പോയി താമസിച്ചിട്ടുള്ള ആരേലുമൊക്കെ കാണില്ലേ? ആരേലുമൊക്കെ കാണും. അപ്പം അവരൊക്കെ വന്ന് പറയലൂ, അവിടെ ആ ടൈമിൽ എന്നാ തണുപ്പാന്നോ, ആ തണുപ്പിൻ്റെ സമയത്തോ നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യും അല്ലേ? എ സിയിലെ ഹീറ്റർ ഓൺ ചെയ്യും. ചില സമയത്തോ അല്ലാണ്ട് വേറൊരു സാധനം കാണും, ഹീറ്റർ അല്ലാത്ത സാധനം, ബോക്സ് അല്ലാത്ത ഇങ്ങനെ ഒരുമാതിരി കെറ്റിൽ മാത്രം സാധനം, ഇങ്ങനത്തെ ലൈറ്റർ പോലത്തെ അങ്ങനത്തെ പല പല ഹീറ്റർ ഉണ്ടാവും. പിന്നെ അത് അങ്ങോട്ട് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് മാറില്ലല്ലേ? ചില അത്ര തണുപ്പായിരിക്കും. നമ്മൾ ഗ്ലൗസും സ്വെറ്ററും ബ്ലാങ്കറ്റൊക്കെ ഇട്ട് സോക്സ് എല്ലാം ഇട്ട് മങ്കി ക്യാപ്പും എല്ലാം ഇട്ട് ഇരുന്നാലും നമുക്ക് നന്നായിട്ട് തണുക്കൂലേ? അപ്പോൾ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളത്തിനടുത്തൊക്കെ പോകാനല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റർ ഓൺ ആക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? ഹീ സ്വിച്ച്ഡ് ഓൺ ദ ഹീറ്റർ. സ്വിച്ച്ഡ് ഓൺ ചെയ്തു അല്ലേ? ഹീറ്റർ ഓൺ ചെയ്തു. ഡാഷ്, ഇറ്റ് വാസ് ഗെറ്റിംഗ് ടു കോൾഡ്. എന്തെന്നാണ്? ഭയങ്കര തണുപ്പായത് കൊണ്ട്. ഭയങ്കര തണുപ്പായത് കൊണ്ട്. അപ്പൊ അവിടെ എന്തെന്നാണ് ഉപയോഗിക്കുക? ആസ് അല്ലേ? ആസ് ഉപയോഗിക്കുക. മിസ് പറഞ്ഞില്ലേ കൊണ്ട് എന്നുള്ള വാക്ക്. അപ്പൊ എന്തെന്നാണ് യൂസ് ചെയ്യുക? ആസ്. ഓക്കെ. അപ്പൊ എന്തെന്നാ നമുക്കിവിടെ ആസ് ഉപയോഗിക്കാം. ഓക്കെ. He switched on the heater as it was getting too cold.
ഭയങ്കര തണുപ്പായത് കൊണ്ട് അവൻ ഹീറ്റർ ഓൺ ചെയ്തു. Did you get it? Okay, then moving on. The final dash the test was postponed. We played basketball. Dash the test was postponed. We played basketball. ടെസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് അതെന്താ ടെസ്റ്റിനെ എടുത്തിട്ട് പോസ്റ്റിലിട്ടോ? അല്ല, ടെസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ടെസ്റ്റ് മാറ്റി വെച്ചു അല്ലേ? ആ ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി വെക്കുക. ടെസ്റ്റ് പേപ്പർ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റി വെക്കുക അല്ലേ? അപ്പോ ടെസ്റ്റ് മാറ്റി വെച്ചത് കൊണ്ട് ഡാഷ് ദ ടെസ്റ്റ് വാസ് പോസ്റ്റ്പോൺഡ്. We played basketball. അല്ലേ? ഞങ്ങൾ നല്ല കുട്ടികളാട്ടോ. ഞങ്ങൾ ടെസ്റ്റ് പേപ്പർ മാറ്റി വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? ബാസ്കറ്റ്ബോൾ കളിച്ചത് അല്ലേ? ആ ടെസ്റ്റ് മാറ്റി വെച്ചു, അപ്പോ ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കളിച്ചു. ഓക്കെ, അപ്പൊ അവിടെ എന്തെന്നാ വരിക? തുടക്കത്തിൽ എന്താ വരിക? തുടക്കത്തിൽ വന്നു ടെസ്റ്റ് മാറ്റി വെക്കപ്പെട്ടു, അങ്ങനെ ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കളിച്ചു. അപ്പൊ എന്തെന്നാ വരിക? ബിക്കോസ് വരുന്നില്ല, ആസ് വരുന്നില്ല, അപ്പൊ പിന്നെന്താ വരിക? സിൻസ്. ഓഫ് കോഴ്സ് എന്തെന്നാ വരിക? സിൻസ് അല്ലേ? അപ്പൊ എന്തെന്നാ നമ്മൾ എഴുതുക? സിൻസ്. ടെസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തു, അത് കാരണം ഞങ്ങൾ ബാസ്കറ്റ്ബോൾ കളിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ എക്സസൈസ്. സോ വി ഹാവ് ഫിനിഷ്ഡ് ദ എക്സസൈസ് ആൻഡ് ഐ hope that you people understood this exercise. Not only the exercise, the game. What game? Conjunction. അല്ലേ? നമ്മൾ കൺജങ്ഷൻ എന്ന് പറയുന്ന ഗെയിമാണല്ലേ, കുറച്ച് ദിവസം കൊണ്ട് കളിക്കുന്നേ. നല്ല രസമല്ലേ, ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഈ ഗെയിം ഇഷ്ടമായി, ഈ ടാസ്ക് ഇഷ്ടമായി, ടീം മെമ്പേഴ്സിനെ ഇഷ്ടമായി, മൊത്തത്തിൽ ഇഷ്ടമായി അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് പഠിക്കണം അല്ലേ? ഇത് നന്നായിട്ട് പഠിച്ച് ഈ ലെസൺ ഫുള്ളായിട്ട് അങ്ങോട്ട് പഠിച്ച് 4 അരച്ച് കലക്കി അങ്ങ് കുടിച്ച് റെഡി ആയിരുന്നാണ്. എന്തിനാ? ടെസ്റ്റ് പേപ്പർ ഉണ്ടല്ലേ, ടെസ്റ്റ് പേപ്പർ ഇപ്പോൾ പുറക്കെ വരും. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സും വീഡിയോയും ഇഷ്ടമായെന്നും മനസ്സിലായെന്നും വിചാരിക്കുന്നു. All of you please take care of yourself. Always conscious about your health. Have a good day ahead. And it's me, your Farida ma'am. Assalamu alaikum.